രീതിയില്ലേ? ഓരോരുത്തർക്കും ഓരോ ശരീരമാണല്ലോ. അപ്പോൾ ഒരാളുടെ പറ്റുന്ന ഭക്ഷണം എന്ന് മറ്റൊരാൾക്ക് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. തീർച്ചയായും അതിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അവിടെയാണ് ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ ഒരു അസുഖം വന്ന് ചികിത്സിക്കുക, ആശുപത്രിയിൽ പോകുമ്പോൾ കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പം നമുക്ക് കമ്മ്യൂണിറ്റി മെഡിസിൻ, പ്രിവെൻറ്റീവ് മെഡിസിൻ, അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പോളിസി മേക്കിങ്ങിലും പ്രിവെൻഷൻ, അസുഖം വരാതെ നോക്കുന്നതിനും, നമ്മുടെ പബ്ലിക് ഹെൽത്ത്, അതായത് പൊതുജന ആരോഗ്യത്തിൻ്റെ പോളിസികൾ ഡെവലപ്പ് ചെയ്യുന്നതിനും എല്ലാം അവർ വളരെയധികം എഫേർട്ട് ഇടുന്നു. അതേപോലെ തന്നെ ഇദ്ദേഹം പറഞ്ഞ പോലെ ഒരു ഡയറ്റ് ആൻഡ് ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് നമ്മുടെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലുണ്ടായിരുന്നു, കാലിക്കറ്റ് ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അത് നല്ല രീതിയിൽ ഇന്നത്തെ കാലത്ത് ആൾക്കാർക്ക് പോയി അപ്രോച്ച് ചെയ്ത് അവർക്ക് അവരുടെ സംശയങ്ങൾ, അതായത് ഓരോരുത്തർക്കും ഈ പറഞ്ഞതുപോലെയുള്ള അസുഖങ്ങൾക്കനുസരിച്ച് അവരുടെ ബോഡി ഹാബിറ്റസിനനുസരിച്ച് ശരീര പ്രകൃതിക്കനുസരിച്ചുള്ള ഭക്ഷണവും അവരുടെ സംശയങ്ങളും അവർക്കൊരു ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സും അങ്ങനെയുള്ള ഡോക്ടർമാരും അത് കുറച്ചും കൂടെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. അതായത് നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിലും ഹെൽത്ത് സർവീസസ് ഉണ്ട്, നമുക്ക് മെഡിക്കൽ എഡ്യൂക്കേഷൻ, രണ്ട് ഇതാണ്. അപ്പോൾ മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജസ് ആണ്. മെഡിക്കൽ കോളേജസിൽ നമ്മൾ പറയുന്ന ഒരു മൂന്നാമത്തെ ലെവലാണ്. അതായത് ആദ്യം പ്രൈമറി ഹെൽത്ത് സെൻറ്റർ വരും, പിന്നെ നമ്മുടെ സെക്കൻഡറി വരും, അതിൽ ജില്ലാ ആശുപത്രികൾ വരും, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സ് വരും, അതെല്ലാം വരും. അത് കഴിഞ്ഞിട്ടാണ്, അതായത് ഒരു ത്രിതല സംവിധാനമാണ്. അപ്പോൾ ലാസ്റ്റാണ് എക്സ്പെർട്ട് കെയറിന്, അല്ലെങ്കിൽ അവിടെയൊന്നും പറ്റാത്ത അസുഖങ്ങൾ ചികിത്സിക്കാനായിട്ടുള്ള ഒരു രീതിയിലേക്ക് മെഡിക്കൽ കോളേജ് വരും. അപ്പോൾ മെഡിക്കൽ കോളേജിൽ കൂടുതലും ഇങ്ങനെയുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളായിരിക്കും ഡീൽ ചെയ്യാം. അപ്പം താഴെത്തൊട്ട് തന്നെ അവർക്ക് ഇതിനുള്ള അഡ്വൈസ് കൊടുക്കാനുള്ളൊരു സംവിധാനം, അതൊക്കെ ഇനി നമ്മുടെ പോളിസിയിലേക്ക് വരണം. അതിന് ഈ ഒരു കൺസെപ്റ്റ് സഹായകമാവുമായിരിക്കും. അപ്പോൾ അത് വരണം. ജനങ്ങളുടെ ആരോഗ്യത്തിലേക്ക് കൂടുതലായിട്ട്, അതായത് ട്രീറ്റ്മെൻറ്റിന് അപ്പുറം, ട്രീറ്റ്മെൻറ്റിനും മെഷീനുകൾക്കും അപ്പുറം ജനങ്ങളുടെ ആരോഗ്യത്തിന് തുടക്കം മുതലേ തന്നെ ഒരു സപ്പോർട്ട് നൽകുക എന്നുള്ള രീതിയിൽ ഒരു നിർദ്ദേശം കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വരണം. വന്നാലേ ഈ പറയുന്ന സംശയങ്ങൾ, ഇപ്പം നിങ്ങൾ ചെന്നിട്ടൊരു മെഡിസിൻ ഒ പിയിലോ അല്ലെങ്കിൽ ഒരു ഗ്യാസ്ട്രോ ഒ പിയിലോ ഇരിക്കുന്ന ഒരു ഡോക്ടറെ അടുത്ത് ചെന്ന് നിങ്ങൾക്ക് ഇതെല്ലാം ചോദിച്ചൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം അവർ വളരെയധികം തിരക്കിലിരിക്കുന്നതാണ്. ആ വരുന്ന അസുഖത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിനായിരിക്കും അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കതൊന്നും വ്യക്തമായിട്ട്, പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ നമ്മളിപ്പോൾ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസ് ഉണ്ട്, നെഫ്രോളജി പേഷ്യൻസ് ഉണ്ട്, ക്യാൻസർ പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ അവരുടെ ഡയറ്റിൻ്റെ അഡ്വൈസ് അവിടെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് അസുഖം വരുമ്പോഴുള്ളത്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അതല്ലാതെ തന്നെ നമുക്ക് ഇനിഷ്യലി തന്നെ ഇപ്പോൾ ചൈൽഡ്ഹുഡ് ഒബേസിറ്റി ഒക്കെ വളരെ കൂടുതലാണെന്നാണ് സ്റ്റഡീസ് കാണിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് എങ്ങനെ നമ്മൾ ഫുഡ് കൊടുക്കുന്ന, എത്രത്തോളം അതിൻ്റെ അളവുകളിലുള്ള വ്യത്യാസങ്ങൾ, അപ്പോൾ അതൊക്കെ അങ്ങനെ ഒരു ഡയറ്റ് പ്ലാന് ഉണ്ടാക്കാനും അതിനുള്ളൊരു നിർദ്ദേശങ്ങൾ നൽകാനും അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സും റിസർച്ചുകളും ഒക്കെ ഉണ്ടാവണം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.